പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലയിലേക്ക് വീണ്ടും സ്വാഗതം. കർണാടകയിലെ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ കർണാടകയിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പാണ് ഇന്ന് നടന്നത്. 14 മണ്ഡലങ്ങളിലേക്കായിരുന്നു ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. ആകെ 28 സീറ്റാണ് കർണാടകയിൽ. കേരളത്തിനൊപ്പമാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് അവിടെ നടന്നത് 14 ഇടങ്ങളിൽ. ഇന്ന് ബാക്കിയുള്ള 14 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത്. 2019 25 സീറ്റിലും BJP ആണ് ഉണ്ടായിരുന്നത്. ഇത്തവണ BJPക്കൊപ്പം സഖ്യത്തിന് JDS ഉണ്ട്. കഴിഞ്ഞ തവണ JDS മറുഭാഗത്തായിരുന്നു. പക്ഷേ ലൈംഗിക ആരോപണം വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് BJP JDS സഖ്യത്തിന് കർണാടകയിൽ. രണ്ടാം ഘട്ടത്തിന് മുൻപ് HD രേവണ്ണയുടെ അറസ്റ്റ് ഉണ്ടായിരുന്നു. ലിംഗായത്ത് മഠാധിപതിയുടെ പ്രതിഷേധം അവിടെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. അതേസമയം ജനക്ഷേമ നടപടികളിൽ പ്രതീക്ഷയർപ്പിച്ചാണ് കോൺഗ്രസ് കർണാടകയിൽ നീങ്ങുന്നത്. അവരുടെ സംസ്ഥാന സർക്കാരുകൾ ചെയ്ത ക്ഷേമ പ്രവർത്തനങ്ങൾ അതിൽ ജനങ്ങളിൽ എത്തിച്ചു. അതിന്റെ ഒരാനുകൂല്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്ന് കോൺഗ്രസ് ഉറച്ചു വിശ്വസിക്കുന്ന ഇടമാണ് കർണാടക. മനു, കർണാടകയിലേക്ക് വന്നാൽ കഴിഞ്ഞ തവണ ദക്ഷിണേന്ത്യയിൽ 28 സീറ്റ് BJP നേടുമ്പോൾ അതിൽ 25ഉം കർണാടകയിൽ നിന്നായിരുന്നു. ഇത്തവണ അവിടെ JDSുമായി സഖ്യമൊക്കെ ഉണ്ടാക്കി അതേ പ്രതീക്ഷയിലാണ് നീങ്ങിയതെങ്കിലും ആ സഖ്യം വലിയ തലവേദന BJPക്ക് സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഒരുപക്ഷെ ആ സഖ്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ BJPക്ക് കുറച്ചുകൂടി നില മെച്ചപ്പെടുത്താൻ കഴിയും എന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നു. എങ്ങനെയായിരിക്കും രേവണ്ണയ്ക്കെതിരായിട്ടുള്ള പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായിട്ടുള്ള ആ ലൈംഗിക ആരോപണം BJPയെ അവിടെ തിരിച്ചടിക്കുക? അതൊരു വലിയ വിഷയമായി തന്നെ രാജ്യവ്യാപകമായി ഉയർന്നു. JDSന്റെ പ്രശ്നങ്ങൾ സ്വാഭാവികമായും അതിൻ്റെ പ്രതിഫലനങ്ങൾ എല്ലായിടത്തും ഉണ്ടായി. ഇവിടെ പോലും JDS വേറൊരു പാർട്ടി രൂപീകരിച്ച് മാറുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ വന്നു. പക്ഷേ രസകരമായ ഒട്ടനവധി സംഭവങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഒക്കെ വന്നു. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇവിടുത്തെ മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ പടം അവിടെ മഞ്ജുനാഥ് അവിടെ NDA സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ മാത്യു ടി തോമസിൻ്റെയൊക്കെ പടം പ്രചരണത്തിന് ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ് വളരെ രസകരമായ വാക്കുകളൊക്കെ വന്നിരുന്നത്. ഏതായാലും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള 14 സീറ്റുകൾ, ഇപ്പോൾ ചിക്കോടി ആയിക്കോട്ടെ, ബെൽഗാം അല്ലെങ്കിൽ ബാഗൽകോട്ട് ആയിക്കോട്ടെ, ബിജാപൂർ, ഗുൽബർഗ, ഇവിടെയൊക്കെ BJPക്ക് ഈ ഹവേരി ആയിക്കോട്ടെ, അവിടെയൊക്കെ BJPക്ക് നല്ല സ്വാധീനമുള്ള മേഖലയാണ്. പ്രത്യേകിച്ച് ഈ ഉത്തർ കർണാടക, ദേവനഗരി, ഷിംല, ഇവിടെയൊക്കെ ഷിമോഗ, ഇവിടെയെല്ലാം BJPക്ക് നല്ലൊരു ബേസ്, ഒരു സ്ട്രെങ്ത് ഉള്ള മണ്ഡലങ്ങളാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിലേക്ക് പോയിട്ടുള്ള. കഴിഞ്ഞ തവണ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടൊക്കെ ഉള്ള മണ്ഡലങ്ങളുമാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഈ ഇപ്പോൾ നമ്മുടെ ബൊമ്മൈ അല്ലെങ്കിൽ BJPയുടെ ബെൽഗാമിൽ നിന്നുള്ള സ്ഥാനാർത്ഥി ജഗദീഷ് ഷട്ടർ, അപ്പോൾ ഇവരൊക്കെ അവിടുത്തെ ഒരു പോപ്പുലർ ലീഡേഴ്സാണ്. ബസവരാജ് ബൊമ്മൈ എന്ന് പറയുന്നത് നമുക്ക് അറിയാം, BJPയുടെ ഒരു ഫേസാണ് അവിടെയുള്ളത്. ബെൽഗാമിലാണ് ജഗദീഷ് ഷട്ടാറാണ് മത്സരിക്കുന്നത്. ജഗദീഷ് ഷട്ടാർ പാർട്ടി വിട്ടു പോയി തിരിച്ചു വന്നു. അതൊക്കെ ഏത് തരത്തിൽ ബാധിക്കും എന്നത് നമുക്കിനി നോക്കിക്കാണാനുണ്ട്. ധാർവാർ മണ്ഡലത്തിൽ പ്രഹ്ലാദ് ജോഷി അവിടെ തെരഞ്ഞെടുപ്പ് നേരിടുന്നുണ്ട്. ബീദാറിലും വലിയ ഒരു പ്രശ്നം BJPക്ക് വരാൻ സാധ്യതയില്ല. അവിടെ ഭഗവന്ത് കുമാറാണ് BJP സ്ഥാനാർത്ഥിയായി അവിടെ നേരിടുന്നത്. ശിവമൊഗ്ഗയിൽ ഈശ്വരപ്പ അത് ഒരു പ്രശ്നമാകാം. മാത്രമല്ല അവിടെ പക്ഷേ കർണാടകയുടെ വലിയ BJPയുടെ ഒരു ശക്തി കേന്ദ്രം എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ശക്തൻ എന്ന് വിശ്വസിക്കുന്ന മുൻ മുഖ്യമന്ത്രിയുടെ മകനാണല്ലോ അവിടെ എതിരാളിയായി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായി അവിടെ ജയിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയിലാണ് BJP. പക്ഷേ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ വരാം. മോദിയുടെ പേര് പറഞ്ഞു തന്നെയാണ് ഈശ്വരപ്പയും വോട്ട് പിടിക്കുന്നത്. വളരെ രസകരമായ ഈശ്വരപ്പയ്ക്ക് വന്നിട്ടുള്ള ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ പാർട്ടിയെ പരാജയപ്പെടുത്തുന്നതിൽ ഒരു നിർണായക പങ്ക് വഹിച്ച ആളാണ് ഈശ്വരപ്പ. അദ്ദേഹത്തിനെതിരെ വലിയ ആരോപണങ്ങളുണ്ടായിരുന്നു. 40% സർക്കാർ ആരോപണങ്ങൾ. ഈശ്വരപ്പയുടെ പേരാണ് പ്രധാനമായും ഉയർന്നു വന്നത്. പിന്നെ നമ്മുടെ ബംഗാരപ്പയുടെ മകൾ എന്ന നിലയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും അവിടെ ഗീത, പിന്നെ ശിവരാജ് കുമാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി കുറേ കൂടി മെച്ചപ്പെട്ട സ്ഥാനാർത്ഥിയാണ്. മാത്രമല്ല അവരൊരു സിനിമാ നടൻ്റെ ഭാര്യയാണ്. അങ്ങനെയൊക്കെയുള്ളൊരു ഒരു കുറേ കൂടി ക്ലൗട്ടൊക്കെ അവർക്കുണ്ട്. പക്ഷേ ഞാൻ ഗുജറാത്തിൽ പറഞ്ഞ ആ കോൺഫിഡൻസ് ഒരു പക്ഷേ കർണാടകയിൽ അത്രമാത്രം നമുക്ക് BJPക്ക് പാടില്ല എന്ന് ഞാൻ കരുതുന്നു. കാരണം ഗുജറാത്തിൽ അവിടെ BJPക്ക് ഒരു വലിയ സംഘടനാ സംവിധാനമുണ്ട്, കോൺഗ്രസിന് അത്രയും പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കർണാടകയിൽ ആ സാഹചര്യം മാറിയിരിക്കുന്നു. കർണാടകയിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പോടുകൂടി നമുക്ക് കാണാൻ കഴിയുന്ന വലിയൊരു കോൺഗ്രസ് എന്തൂസിയാസം ശക്തമായി വന്നിരിക്കുന്നു. DK ശിവകുമാറിന്റെ നേതൃത്വത്തിൽ ആ സംഘടനാ ശക്തി അവിടെ കർണാടകയിൽ അവകാശപ്പെടാൻ പറ്റുന്നത് കോൺഗ്രസിനുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവിടെ DK ശിവകുമാറിന്റെ നേതൃത്വത്തിൽ ഒരു
കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തേക്ക് പോയാൽ നമുക്ക് കാണാൻ കഴിയുന്ന അവിടെ പണം ഒരു വലിയ സ്വാധീനം ഫാക്ടറാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള പണം ഫണ്ട് ചെയ്യാൻ പലയിടങ്ങളിലും കോൺഗ്രസിന് ഗുജറാത്തിലൊന്നും കഴിയുന്നില്ല. പക്ഷേ കർണാടകയിലെ സാഹചര്യം അതല്ല. DK ഒരു വലിയ ഫണ്ട് റൈസറാണ്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ നിന്ന് ഈ പാർട്ടിയെ നയിച്ച ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു അവിടെ പണത്തിനൊരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഒരു ആത്മവിശ്വാസമുള്ള പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലായിടത്തും അവർക്ക് കോൺഗ്രസിൻ്റെ മെഷീനറി ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ 14 കേന്ദ്രങ്ങൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടത്തിൽ അതായത് കർണാടകയിലെ രണ്ടാം ഘട്ടവും നമ്മുടെ മൊത്തത്തിൽ നോക്കും മൂന്നാം ഘട്ടവും വരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ BJP ശക്തി കേന്ദ്രങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നതിൻ്റെ ഒരു ചെറിയൊരു ആശ്വാസം മാത്രമേ അവർക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ അവിടെ ചില മാറ്റങ്ങൾ ഉണ്ടാകാം. ഇപ്പം ജനതാദളിൻ്റെ വരവ് ഒരു വലിയ ഗൗഡ സമൂഹത്തിൽ നിന്നൊരു വലിയ പിന്തുണ അവർക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ജനതാദളിന് ഈ നാളിതുവരെ കൊടുത്തിട്ടുള്ള ഈ സമൂഹം കൊടുത്തിട്ടുള്ള ഒരു പിന്തുണ ഇത്തവണ അത് BJP കൂടി ശക്തമാക്കും. പക്ഷേ ഇതിലൊക്കെ രസകരമായൊരു കാര്യം BJP ഇപ്പോഴും വിചാരിക്കുന്നത് ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എന്നൊരു ഫീൽ വരുമ്പോൾ കഴിഞ്ഞ തവണ ആകെ ജയിച്ചത് ഹാസനിലും ഒരു ജനതാദൾ ഹാസനിൽ ഇത്തവണ രേവണ്ണ പ്രജ്വൽ രേവണ്ണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സ്ഥലം വിട്ടു. പ്രജ്വല് സേഫ് ആവുകയും ചെയ്തു. അതിനുശേഷം വന്ന മണ്ഡലങ്ങളുടെയാണ് അത് ബാധിക്കാനിരിക്കുന്നത് വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ തവണ ഈ അവർക്ക് ഒരു ശക്തി ഇത്രയും ഒരു തരംഗത്തിനിടയിലും അവർ ജയിച്ചൊരു മണ്ഡലമാണ് ഹാസൻ. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള മാണ്ടിയിൽ സുമലതയായിരുന്നു. സുമലത സ്വാഭാവികമായും BJP ക്യാമ്പിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കിപ്പോൾ ഒരു പ്രതിയോഗി ഇല്ല എന്നുള്ളൊരു കോൺഫിഡൻസോട് കൂടിയാണ് അവർ അസംബ്ലി തെരഞ്ഞെടുപ്പിന് നേരിട്ട് അവിടെ തിരിച്ചടി കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ കുറേ കൂടി അവിടെ നമുക്ക് അങ്ങനെ ഒരു പ്രഡിക്റ്റബിളായ ഒരു സിറ്റുവേഷൻ അല്ല. പക്ഷേ അമ്പെ പരാജയപ്പെട്ടു പോകുന്നൊരു സാഹചര്യം മനു അവിടെ നമ്മൾ നോക്കിയാൽ തെക്കൻ കേരളം ഒരു ടാർഗറ്റ് ആക്കിക്കൊണ്ടായിരുന്നു പ്രധാനമന്ത്രി കഴിഞ്ഞ കുറേ മാസങ്ങളായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ മുഴുവൻ നടത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെ ഓരോ സന്ദർശനവും തെക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. അതിൽ പ്രധാനമായും തമിഴ്നാടുണ്ട്, തെലങ്കാനയുണ്ട്, ആന്ധ്രയുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ പോലും കർണാടകത്തിൽ എന്താണ് സാഹചര്യം? ഒരു പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ കുറവ് സീറ്റുകളിലേക്ക് BJP ചുരുങ്ങാനുള്ള സാഹചര്യം എന്ന് തന്നെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അല്ല, അത് സ്വാഭാവികമായും ഈ വിഷയങ്ങളൊക്കെ പിന്നെ പൊന്തി വരും. ഇപ്പോൾ BY രാഘവേന്ദ്രയ്ക്ക് സീറ്റ് കൊടുത്തത് ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അത് പുറകോട്ട് പോയാൽ അത് അവരുടെ പൊളിറ്റിക്കൽ ഫ്യൂച്ചറിനെ രാഘവേന്ദ്രയുടെ പിന്നെ പൊളിറ്റിക്കൽ ഫ്യൂച്ചറിനെ അത് ബാധിച്ചേക്കാം. മാത്രമല്ല BJP ഇപ്പോൾ വലിയൊരു ട്രസ്റ്റ് വെച്ചിരിക്കുന്നത് യെദ്യൂരപ്പയുടെ അണികളിലൊക്കെ വെച്ചിരിക്കുന്ന ആ ഒരു വിശ്വാസം ചിലപ്പോൾ പുറകോട്ട് പോകാനൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടായേക്കാം. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് വളരെ ശക്തമായൊരു മത്സരം കാഴ്ചവെക്കാൻ അവർക്ക് തുടക്കത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഒടുക്കത്തിൽ നിലനിർത്താൻ ആയിട്ടുണ്ടോ എന്ന ചോദ്യം അവിടെ ശക്തമായി ഉയരുകയാണ്. അത് ഈ മറ്റ് കുറേ ഫാക്ടേഴ്സ് കൂടി അവിടെ നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. ഏതായാലും BJPയുടെ ഒരു പൊതുപ്രതീക്ഷ എത്ര തന്നെ വോട്ട് കുറഞ്ഞാലും പരാജയത്തിലേക്ക് വരാനുള്ള സാധ്യത ഇല്ലാത്ത മണ്ഡലങ്ങളാണ് ഇനി വരാൻ. ഇപ്പം ഞാൻ പറഞ്ഞ നമ്മളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നേരിട്ട ഉത്തർഖണ്ഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ദേവനാഗരി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഷിമോഗ ആയിക്കോട്ടെ, ഇവിടെയെല്ലാം ബെൽഗാം ആയിക്കോട്ടെ, ബിദാർ ആയിക്കോട്ടെ, ബാഗൽകോട്ട് ആയിക്കോട്ടെ, അവിടെയൊക്കെ അവർക്ക് ഒരു സ്ട്രോങ് വോട്ട് ബേസ് ഉണ്ട് എന്നൊരു പ്രതീക്ഷ തന്നെയാണ്. തീർച്ചയായും അപ്പോൾ പോലും ദക്ഷിണേന്ത്യയിൽ ഇന്ത്യ സഖ്യം ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന സംസ്ഥാനമാണ് കർണാടക എന്ന കാര്യത്തിൽ സംശയമില്ല. അവർക്ക് ആ നിലയിലുള്ള ആത്മവിശ്വാസം കർണാടകയെ സംബന്ധിച്ചുണ്ട്. എന്തായാലും പ്രധാനമന്ത്രി ഓപ്പറേഷൻ സൗത്ത് എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രചരണം നടത്തുമ്പോഴും അദ്ദേഹം ഗുൽബർഗയിൽ പോയിരുന്നു. അപ്പോൾ ഗുൽബർഗ നമുക്കറിയാം നേരത്തെ മല്ലികാർജുൻ ഖാർഗെയുടെ ഒരു മണ്ഡലമാണ്. കൽബുർഗി എന്ന് പറഞ്ഞ പ്രദേശം ഉൾപ്പെട്ടതാണ് ഗുൽബർഗ. അപ്പോൾ സ്വാഭാവികമായും അവിടെയൊക്കെ പ്രധാനമന്ത്രി അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളെ ലക്ഷ്യമിട്ട് പരാജയപ്പെടുത്തുക എന്ന അർത്ഥത്തിലാണ് ഇത്തവണ വളരെ വൈകാരികമായിട്ടാണ് ഖാർഗെ പറഞ്ഞത്. എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് വളരെ വൈകാരികമായി അപേക്ഷിക്കുന്ന നിലയിലാണ് അദ്ദേഹം കഴിഞ്ഞ തവണ പരാജയപ്പെട്ടതിന് ശേഷം അവിടെ അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവ് മരുമകന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചത് വളരെ വൈകാരികമായിട്ടാണ് എന്നത് കൂടിയുണ്ട്. എന്തായാലും ആ മണ്ഡലം ഉൾപ്പെടെയാണ് ഇന്ന് വിധി എഴുതിയിരിക്കുന്നത്. BJPയെ സംബന്ധിച്ച് അവർക്ക് കഴിഞ്ഞ തവണ തെക്കേ ഇന്ത്യയിൽ ലഭിച്ച ഭൂരിഭാഗം സീറ്റുകളും കർണാടകയിൽ നിന്നായിരുന്നു. പക്ഷെ അത് നിലനിർത്താനാകുമോ എന്നതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി അവിടെ അവശേഷിക്കുന്നത്. നമുക്കിനി ബംഗാളിലേക്ക് കൂടി പോകണം. ബംഗാളിന്റെ നില പരിശോധിച്ചാൽ ആകെ 42 സീറ്റ് ഉള്ള ബംഗാൾ മൂന്നാം ഘട്ട വോട്ടെടുപ്പായിരുന്നു ഇന്ന്. 4 സീറ്റിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്.
CPM കോൺഗ്രസ് ധാരണയുണ്ട് എന്നതാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത. CPM കോൺഗ്രസ് ധാരണയിലാണ് അവിടെ മത്സരം നടക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമം പ്രധാന ചർച്ചയായ തെരഞ്ഞെടുപ്പ് കൂടിയാണ്. സന്ദേശ് ഖലിയും അഴിമതിയുമാണ് BJP പ്രധാനമായും അവിടെ ചർച്ചയാക്കിയിരിക്കുന്നത്. മനു, അവിടെ കോൺഗ്രസിന്റെ സഹായത്തോടു കൂടി CPM മത്സരിക്കുന്നു. കേരള തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഏറ്റവും പ്രധാന ചർച്ചയായതാണ്. മുഖ്യമന്ത്രി വിദേശ പര്യടനത്തിന് പോയിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടും മുന്നിൽ നിന്ന് നയിക്കുന്ന നേതാവെന്നൊക്കെ അവകാശപ്പെട്ടിട്ടും വോട്ട് പിടിക്കാൻ പോയില്ല തുടങ്ങിയ ചോദ്യങ്ങൾ നിരവധിയാണ്. കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി സംസ്ഥാന സെക്രട്ടറിയുടെ മുർഷിദാബാദിൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അതെ, മുഹമ്മദ് സലീം വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു തൊഴിലാളി നേതാവാണ്. അദ്ദേഹത്തിന് വലിയ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ വലിയ കരുത്തൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, ബംഗാളിൽ ഇനി കൈപിടിച്ച് CPMന് തിരിച്ചു വരാൻ ആകുമോ എന്നുള്ളതാണ്. കാരണം അവരുടെ പാർട്ടി ഇപ്പോൾ ദേശീയ പാർട്ടി എന്നൊക്കെയുള്ള പ്രസക്തിയെ സംബന്ധിച്ചൊക്കെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പദവിയെ സംബന്ധിച്ചൊക്കെയുള്ള ആശങ്ക വലിയ തോതിൽ വരുമ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം ബംഗാളിൽ അവരുടെ നില മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. വോട്ട് അവിടെ കുറെ കൂടി എടുക്കേണ്ടതുണ്ട്. ഏതായാലും പക്ഷേ ഈ മാൾഡ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് കുറച്ച് കോൺഗ്രസിന് ബേസ് ഉണ്ട്. 2 മണ്ഡലങ്ങളാണ് ആ പ്രദേശത്ത് നിന്ന് പോകുന്നത്. മാൾഡ ഉത്തറും മാൾഡ ദക്ഷിണും. അവിടെ കോൺഗ്രസിനൊരു ബേസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ അവിടെ ഒരു തിരിച്ചുവരവ്. പക്ഷേ ബംഗാൾ ഈ മമതാ ബാനർജി അവരുടെ ഒരു ആധിപത്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം എല്ലാ ഘട്ടത്തിലും നടന്നിട്ടുണ്ട്. അത് മമത എന്ന് പറയുന്നത് അടിക്കടി, ഷടനോട് ഷാഠ്യം, അങ്ങനെയുള്ള ഒരു കരുത്തുറ്റ നിലപാടുള്ള ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായും അവരെ അങ്ങനെ എളുപ്പത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അങ്ങനെ വാദിച്ചോ തർക്കിച്ചോ ഒക്കെ പരാജയപ്പെടുത്താൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് അവർ പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശവും ഒക്കെ പകരാനൊക്കെ കഴിയുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്തവണ ആ ആത്മവിശ്വാസം കഴിഞ്ഞ തവണത്തേതുപോലെ ഒന്നും മമതാ ബാനർജിയിൽ ഇല്ല എന്നാണ് സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മമതയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാകാൻ തക്ക വിധത്തിൽ BJP അത് പരുവപ്പെടുത്തിയെടുക്കുന്നു. മാത്രമല്ല, അവിടെ ഈ മഹിളാ മോർച്ചയിൽ നേതാക്കളെ പ്രധാനമന്ത്രി കണ്ടു. സന്ദേശ് ഖലിയെ സംബന്ധിച്ച് ഇത് സ്ത്രീകൾക്കെതിരെയുള്ളൊരു അക്രമം നടക്കുന്നു, സർക്കാർ ഇടപെടുന്നില്ല. അങ്ങനെ ഇവിടെ നമ്മുടെ തൃശ്ശൂരിൽ മഹിളകൾക്കൊപ്പം മോദി എന്ന തരത്തിൽ ഒരു പരിപാടി ഉള്ളതുപോലെ അവിടെയും ഇതുപോലെ സ്ത്രീകളെയൊക്കെ കൂട്ടി. പക്ഷെ അതിനൊക്കെ ഇപ്പോൾ കോൺഗ്രസിനും TMCക്കും പറയാൻ കിട്ടിയ ഒരു അവസരമാണ് കർണാടകയിലെ പ്രജലുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. അതെ, സ്വാഭാവികമായും അതിനെ കൗണ്ടർ ചെയ്യാൻ അവർക്ക് ഈ അവസരം കിട്ടി. ഏതായാലും പക്ഷേ അവിടുത്തെ ഒരു പ്രതീക്ഷ BJP സംബന്ധിച്ചിടത്തോളം, കാരണം അവിടെ ന്യൂനപക്ഷ വോട്ടുകൾക്ക് നിർണായക സ്വാധീനമുള്ള അർബൻ ഏരിയകൾ ഉണ്ട്. ആ പ്രദേശങ്ങളിൽ കുറെ കൂടി ഒരു ഭിന്നിപ്പുണ്ടാകും. കാരണം 2 ചേരികളിൽ കോൺഗ്രസും TMCയും മത്സരിക്കുമ്പോൾ ആ വോട്ടർമാർക്കിടയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുമെന്ന് BJP പ്രതീക്ഷിക്കുന്നു. ഒരുപക്ഷെ അങ്ങനെ ഒരു ആശയക്കുഴപ്പം ഇല്ലാതെ വന്നാൽ അവർ TMCക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ ഒരു TMCക്ക് കുറെ കൂടി ഒന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് വിലയിരുത്തുന്നത്. പക്ഷേ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കിയാൽ BJP അവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന വേരോട്ടം വളരെ ശക്തമാണ്. 42% വോട്ട് ഷെയറിലേക്കൊക്കെ കഴിഞ്ഞ തവണ എത്താൻ BJPയെ സംബന്ധിച്ചായിട്ടുണ്ട്. അവിടെ വീഴ്ച സംഭവിച്ചത് മുഴുവൻ CPMനാണ്. ഇത്തവണ കോൺഗ്രസുമായി സഹകരിച്ചുകൊണ്ട് സഖ്യ രൂപേണ അവിടെ മത്സരിക്കാനുള്ള തീരുമാനം വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമോ? അല്ല, ഇപ്പം ഈ 4 സീറ്റുകളുടെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ വേണമെങ്കിൽ ഒരു ടൈറ്റ് ഫൈറ്റ് കൊടുക്കാൻ കോൺഗ്രസിനാകും. ഇപ്പോൾ മുർഷിദാബാദിൽ കോൺഗ്രസിന് ഒരു പിന്തുണയുണ്ട്, CPMന് അവിടെ ഒരു സാധ്യതയുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ജാംഗീപൂർ എടുത്താൽ, ജാംഗീപൂരിൽ നമുക്കറിയാലോ പഴയ പ്രണബ് മുഖർജിയുടെ മണ്ഡലമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം മത്സരിച്ചിരുന്ന ഒരു മണ്ഡലം. ആ സമയത്ത് അവിടെ ഒരു കോൺഗ്രസ് അടിത്തറ ഉണ്ടാക്കുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഏതായാലും ഇത്തവണ ധനഞ്ജയ് ഘോഷ് BJP സ്ഥാനാർത്ഥിയായി അവിടെ മത്സരരംഗത്ത് ഉണ്ട്. അത് ഏതായാലും ത്രികോണ മത്സരം അവിടെ നടക്കുന്നു എന്നതാണ് ഈ മുർഷിദാബാദിലും ജാംഗീപൂരിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു. മനു, മറ്റൊരു കാര്യം, പൗരത്വ ഭേദഗതി നിയമം ഏറ്റവും പ്രധാനമായിട്ട് ചർച്ചയാകുന്ന മണ്ഡലമാണ്. അതിർത്തി പങ്കിടുന്ന ഇടമാണ്. മുസ്ലിം സമുദായ അംഗങ്ങൾ ഏറെയുള്ള ഇടമാണ്. BJPയുടെ അതിലുള്ള പ്രതീക്ഷ എത്രമാത്രമാണ്? അല്ല, അവിടെ ഈ പൗരത്വ നിയമം അത്ര കണ്ട് കേരളത്തിലെ പോലെ പ്രാവർത്തികമാകുമോ എന്ന് ഒരു ആശങ്കയുണ്ട്. കാരണം അവിടെ കൂടുതലും ബംഗ്ലാദേശിൽ നിന്ന് ആളുകൾ ചാടി
ഇങ്ങോട്ടേക്ക് വരുന്നു. ഇവിടെ എത്തുമ്പോഴേക്കും വ്യാജ ആധാർ കാർഡ് അവർക്ക് കിട്ടുന്നു. അവരിവിടെ അവരുടെ പ്രാദേശികമായിട്ടുള്ള ആളുകളുടെ സ്വൈര്യവിഹാരത്തെ തടസ്സപ്പെടുത്തുന്നു എന്നൊക്കെയുള്ള വലിയ ആരോപണങ്ങൾ അവിടെയുണ്ട്. ഇപ്പോൾ ആസാമിലും ഈ പ്രശ്നം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് ആളുകൾ ആസാമിൽ ചെല്ലുമ്പോൾ, പൗരത്വ നിയമത്തെ എതിർക്കുന്നവർ ആസാമിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആളുകളുടെ ആവശ്യം ദേശീയ പൗരത്വ രജിസ്റ്റർ വേണമെന്നാണ്. പൗരത്വ നിയമത്തിനപ്പുറത്തേക്ക് രജിസ്റ്റർ വേണം, അല്ലെങ്കിൽ ഈ പുറത്തുനിന്ന് വരുന്ന ആളുകളുടെ അവരുടെ സംസ്കാരത്തെ, അവരുടെ ജീവിത രീതിയെ ഒക്കെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറുന്നു എന്നുള്ള ഒരു വലിയ വിഷയമുണ്ട്. മാത്രമല്ല നിരവധി 10-18 ലക്ഷം ആളുകൾ ഇങ്ങനെ ബംഗ്ലാദേശിൽ നിന്ന് ചാടി വന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള കണക്കുകളാണ് അവരുടെ കയ്യിൽ ബംഗാളിൽ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായും അത് ന്യൂനപക്ഷ വോട്ടുകൾ ഒരുപക്ഷെ TMCക്കും കോൺഗ്രസും ഭിന്നിച്ചെടുക്കുമ്പോൾ ഭൂരിപക്ഷ കൺസോൾട്ടേഷൻ തങ്ങൾക്ക് അനുകൂലമായി വരും എന്നൊരു കണക്കുകൂട്ടലാണ് BJP നടത്തുന്നത്. അത് ഒരു വശത്ത്. മറുവശത്ത് ഈ ബംഗ്ലാദേശിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ള ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. അവർക്ക് സ്വാഭാവികമായി അവർക്ക് വലിയൊരു അവർക്ക് ആവശ്യമുണ്ട് BJP വരണമെന്ന്. അപ്പോൾ അവരുടെ ആ ഒരു ആവേശം അവർ പുറത്തേക്കെടുക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ ഒരു വശത്ത് ഭിന്നിക്കുകയും ഭൂരിപക്ഷ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യാൻ വഴിവെക്കും ചെയ്യും എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് നഗരപ്രദേശങ്ങളിൽ. തീർച്ചയായും. എന്തായാലും മറ്റിടങ്ങളിലൊക്കെ പൗരത്വ ഭേദഗതി BJPക്ക് എതിരാണെങ്കിൽ ബംഗാളിൽ അങ്ങനെ പ്രതിഫലിക്കാതെ BJPക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാനുള്ള സാധ്യതകളാണ്. ഒപ്പം സന്ദേശ് ഖലിയും അഴിമതിയും ഉൾപ്പെടെയുള്ള വിഷയങ്ങളും BJP അവിടെ വളരെ ശക്തമായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. നമുക്ക് UPയിലെ ഉൾപ്പെടെയുള്ള മറ്റിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളിലേക്ക് എത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.